ഏതായാലും ഇന്നത്തെ ഒരു മാർക്കറ്റിൻ്റെ കൂടുതൽ എക്സ്പെക്റ്റേഷനും മാർക്കറ്റിൻ്റെ അനാലിസിസുമായിട്ട് നമ്മുടെ ഇൻഹൗസ് എക്സ്പെർട്ട് ശ്രീ പ്രദീപ് ചന്ദ്രശേഖർ സാർ ഇപ്പോൾ നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നതാണ്. സാർ, ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ടു ദ ഷോ. മോർണിംഗ് വിഷ്ണു, മോർണിംഗ് വ്യൂവേഴ്സ്. സാർ, നമുക്ക് ആദ്യം US മാർക്കറ്റിലോട്ടൊന്ന് പോകാം. US മാർക്കറ്റ് നമുക്ക് നോക്കുമ്പോൾ ഇന്നലെ കാണാൻ സാധിച്ചത് ഒരു നേട്ടത്തിലുള്ള ഒരു ക്ലോസിംഗ് ആയിരുന്നു. ഡൗ ജോൺസിൽ ഒരു ഫ്ലാറ്റ് പോസിറ്റീവ് നോട്ടിൽ, അത് 0.08% ഒരു നേട്ടമാണ് രേഖപ്പെടുത്തിയത്. S&P 500 0.41% ഒരു നേട്ടം രേഖപ്പെടുത്തിയപ്പോൾ നാസ്ഡാക്കിൽ 0.67% ഒരു നേട്ടവുമാണ് നമുക്ക് കാണാൻ സാധിച്ചത്. താങ്കളുടെ ഒരു വ്യൂ എന്താണ് ഇനി US മാർക്കറ്റിൽ? വിഷ്ണു, നമ്മൾ ഡൗ ജോൺസ് ഇൻഡെക്സ് സ്റ്റഡി ചെയ്യുമ്പോഴേക്കും കഴിഞ്ഞ 10 ട്രേഡിംഗ് സെഷൻസിൽ നമുക്ക് 42,400 42,800 ഈ ഒരു റേഞ്ചിൽ ഡൗ ജോൺസ് ഇൻഡെക്സ് ട്രേഡിംഗ് നടത്തി വരുന്നത്. ആൻഡ് ദിസ് ഇസ് എ വെരി വെരി മേജർ റെസിസ്റ്റൻസ് സോൺ. ബട്ട് നല്ലൊരു ബുള്ളിഷ് സെറ്റപ്പ് നമുക്ക് കഴിഞ്ഞ 2 സെഷൻസിലായിട്ട് ഫോം ചെയ്ത് വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നത്. എൻ്റെ ഒരു എക്സ്പെക്ടേഷൻ ഈ ആഴ്ച തന്നെ ഈ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെടും. ഈ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ നമുക്ക് പല ന്യൂയോർക്ക് സ്റ്റോക്ക് എക്സ്ചേഞ്ച് സ്റ്റോക്സ് ആയിട്ടുള്ള, ഫോർ എക്സാമ്പിൾ സിറ്റി ബാങ്ക്, JP Morgan, ബാങ്ക് ഓഫ് അമേരിക്ക, ഗോൾഡ്മാൻ സാക്സ് മുതലായ സ്റ്റോക്സിലൊക്കെ നല്ല ബുള്ളിഷ് സെറ്റപ്പ് പെർഫോം ചെയ്ത് വരുന്നതായിട്ട് കാണാൻ സാധിക്കുന്നു. നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിൽ ഇന്നലത്തെ ട്രേഡിംഗ് നോക്കുമ്പോഴേക്കും നമുക്കൊരു നേട്ടം കിട്ടിയിരുന്നു. നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിൽ നമ്മൾ ഇപ്പോൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നു 21,600 പോയിന്റിന്റെ റെസിസ്റ്റൻസ്. ആൻഡ് ഇന്നല്ലെങ്കിൽ നാളത്തെ ട്രേഡിംഗിൽ തന്നെ എൻ്റെ എക്സ്പെക്ടേഷൻ ദിസ് റെസിസ്റ്റൻസ് വിൽ ബി ബ്രോക്കൺ. ഈ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ പിന്നീട് അടുത്തുള്ള 2 മേജർ റെസിസ്റ്റൻസ് 21,900, 22,180 പോയിന്റ്. ആൻഡ് ഇന്നലെ മാർക്കറ്റിൽ നോക്കുമ്പോഴേക്കും നമുക്ക് ഏറ്റവും ശക്തമായിട്ടൊരു ക്ലോസ് നമുക്ക് കിട്ടിയത് ഇറ്റ് വാസ് ഇൻ ദ കേസ് ഓഫ് മെറ്റ ഓൾമോസ്റ്റ് ഒരു 4-5 മാസത്തെ ഹയസ്റ്റ് ലെവലിലായിരുന്നു ക്ലോസിംഗ് നടത്തി വന്നത്. ഇന്നലത്തെ ട്രേഡിംഗിൽ $680 തൊട്ട് താഴെയായിരുന്നു ക്ലോസിംഗ് നടത്തി വന്നത്. ഈ ലെവലിൽ നിന്നും ചുരുങ്ങിയത് ഒരു $60 നേട്ടമെങ്കിലും ഞാൻ മെറ്റയുടെ കേസിൽ പ്രതീക്ഷിക്കുന്നുണ്ട്. സാർ, നമുക്കിനി കമ്മോഡിറ്റി മാർക്കറ്റിലോട്ട് പോകാം. കമ്മോഡിറ്റി മാർക്കറ്റ് നോക്കുമ്പോൾ ഇപ്പോഴൊരു വ്യാപാര യുദ്ധം അല്ലെങ്കിൽ ആഭ്യന്തര യുദ്ധങ്ങളൊക്കെ ഉള്ളത്, ഏതായാലും ഗോൾഡ് അല്ലെങ്കിൽ കമ്മോഡിറ്റിയൊക്കെ ഒരു സുരക്ഷിത നിക്ഷേപം എന്ന രീതിയിൽ ഒരു നേട്ടം ഇപ്പോൾ ഇന്നലത്തെ ട്രേഡിങ്ങിലോ അല്ലെങ്കിൽ ഒരു വീക്ക്ലി ട്രേഡിംഗ് നോക്കുമ്പോഴൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇനി കമ്മോഡിറ്റി മാർക്കറ്റിലോട്ട് വരുമ്പോൾ നമുക്ക് ഇന്നലത്തെ ഒരു ട്രേഡിംഗ് നോക്കുമ്പോഴും പോസിറ്റീവായിട്ടുള്ള ഒരു ക്ലോസിംഗ് ആണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഇന്നത്തെ ഒരു ട്രേഡിംഗ് നോക്കുമ്പോൾ ബ്രെൻഡിലും WT ക്രൂഡും ഇപ്പോൾ നേട്ടത്തിലുമാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ക്രൂഡിൽ ഇനി എന്താണ് താങ്കളുടെ ഒരു എക്സ്പെക്റ്റേഷൻ? ക്രൂഡ് ഓയിലിന്റെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ബെയറിഷായി തന്നെ തുടരുന്നു. ഷോർട്ട് ടേം ട്രെൻഡിൽ നമുക്കൊരു ബുള്ളിഷ് സെറ്റപ്പ് ഫോം ചെയ്ത് വരുന്നുണ്ട്. കഴിഞ്ഞ ഒരു 2 ആഴ്ചകളായിട്ട് $63 തൊട്ട് താഴെയായിരുന്നു ക്രൂഡ് ഓയിൽ ക്ലോസ് ചെയ്തുകൊണ്ടിരുന്നത്. ഇന്നത്തെ ട്രേഡിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ടത് $64.50 റെസിസ്റ്റൻസ് ലെവൽ. ഈ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറും. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ ചുരുങ്ങിയത് ഒരു $3 നേട്ടമെങ്കിലും നമുക്ക് ക്രൂഡിന്റെ കേസിൽ പ്രതീക്ഷിക്കാം. സാർ, ഇനി ഗോൾഡിലോട്ട് വരുമ്പോൾ ഇന്നലെ ഒരു 2% മുകളിൽ ഏകദേശം 3%-ലേക്ക് അടുത്തൊരു നേട്ടം ഗോൾഡ് രേഖപ്പെടുത്തിയതായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. നിലവിൽ ഇപ്പോഴത്തെ ഒരു ട്രേഡിംഗ് നോക്കുമ്പോൾ ഇന്ന് ഒരു 0.5% ഇടിവിലാണ് ഗോൾഡ് നിലവിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് 3367 എന്നൊരു നിലയിൽ. ഗോൾഡിൽ ഇനി എന്താണ് താങ്കളുടെ ഒരു എക്സ്പെക്റ്റേഷൻ? സ്വർണത്തിന്റെ കേസിൽ 3,400 അതായിരുന്നു ഒരു മേജർ റെസിസ്റ്റൻസ്. ഇന്നലെ ആ ഒരു റെസിസ്റ്റൻസിന് മുകളിൽ സ്വർണത്തിന് ക്ലോസ് ചെയ്യാൻ സാധിച്ചിരുന്നു. അതിനെ തുടർന്ന് വീണ്ടും ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറിയിട്ടുണ്ട്. കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യുക. ഇന്നത്തെ ട്രേഡിൽ നമ്മൾ ഇമ്മീഡിയറ്റ് ആയിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് 3,425. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഇമ്മീഡിയറ്റ് ആയിട്ടുള്ള റെസിസ്റ്റൻസ് $3,440 ആയിരിക്കും. ഇനി നമുക്ക് ഇന്ത്യൻ മാർക്കറ്റിലോട്ട് വരാം. ഇന്ത്യൻ മാർക്കറ്റ് നോക്കുമ്പോൾ ഇന്നലെ ഒരു സമ്മിശ്രമായ രീതിയിലുള്ളൊരു പ്രതികരണമായിരുന്നു മാർക്കറ്റ് രേഖപ്പെടുത്തിയത്. ഒരു ഭിന്ന ദിശയിലായിരുന്നു പ്രധാനപ്പെട്ട 2 സൂചികൾ നീങ്ങിയിരുന്നത്. നമുക്ക് നിഫ്റ്റി 50 നോക്കുമ്പോൾ ഇന്നലെ 24,716 എന്നൊരു നിലയിൽ 34 പോയിന്റിൻ്റെ ഒരു ഇടിവിലാണ് ട്രേഡിംഗ് ക്ലോസ് ചെയ്തത്. ഇന്നലത്തെ ഇൻട്രാഡേ ഹൈ 24,754 എന്നുള്ളതായിരുന്നു. നിഫ്റ്റി 50യിൽ താങ്കൾ ഇനി വാച്ച് ചെയ്തിരിക്കുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? വിഷ്ണു, നിഫ്റ്റി 50യിൽ എനിക്കൊരു ബുള്ളിഷ് സെറ്റപ്പ് ഫോം ചെയ്തതായിട്ട് കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ആഴ്ച ഉള്ള ഇനിയുള്ള ട്രേഡിംഗ് സെഷൻസിൽ നമ്മൾ ആദ്യം തന്നെ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് 24,850 പോയിന്റ്. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ പിന്നീടുള്ള റെസിസ്റ്റൻസ് 27,150.
അത് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ പിന്നീട് അവിടെ നിന്നും നമുക്ക് നല്ലൊരു കുതിപ്പ് പ്രതീക്ഷിക്കാം. ബിക്കോസ് ദ നെക്സ്റ്റ് മേജർ റെസിസ്റ്റൻസ് 25,400-ലും അതിനുശേഷം 25,700 പോയിന്റിലോ കാണാൻ സാധിക്കുന്നത്. ഇനി ബാങ്ക് നിഫ്റ്റിയിലോട്ട് വരുമ്പോൾ ഇന്നലെ ഏകദേശം ഒരു 150 പോയിന്റിലധികം ഒരു നേട്ടം രേഖപ്പെടുത്തി 55,903 എന്നൊരു നിലയിലായിരുന്നു ക്ലോസിംഗ് ഉണ്ടായിരുന്നത്. ഇന്നത്തെ ബാങ്ക് നിഫ്റ്റിയിലെ ഒരു ട്രേഡിംഗ് നോക്കുമ്പോൾ നമുക്കൊരു തുടക്ക സമയത്തിൽ ആ ഒരു ഇടിവിന് ശേഷം പിന്നീട് അങ്ങോട്ട് സ്ലോ ആൻഡ് സ്റ്റഡി ആയിട്ട് മാർക്കറ്റ് ഒരു അപ്വേഡ് പോകുന്ന ഒരു മൂവ്മെൻ്റ് ആണ് ഇന്നലെ ഒരു ബാങ്ക് നിഫ്റ്റിയിലെ ട്രേഡിങ്ങിൽ നമുക്ക് കാണാൻ സാധിച്ചത്. ബാങ്ക് നിഫ്റ്റിയിൽ താങ്കൾ ഇനി എക്സ്പെക്ട് ചെയ്തിരുന്ന റെസിസ്റ്റൻസ് ഏതൊക്കെയാണ്? നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിൽ നമുക്ക് ഏപ്രിൽ 23-നായിരുന്നു ഓൾ ടൈം ഹൈ കിട്ടിയത് 56,098 പോയിന്റിൽ. സോ നമ്മൾ ആ ഒരു റെസിസ്റ്റൻസ് തന്നെയായിരിക്കും ഇന്നത്തെ ട്രേഡിങ്ങിൽ ശ്രദ്ധിച്ചിരിക്കേണ്ടത്. മൈ എക്സ്പെക്ടേഷൻ ഇന്നല്ലെങ്കിൽ നാളെ നമുക്ക് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിൽ ഒരു പുതിയ ഓൾ ടൈം ഹൈ കാണാൻ സാധിക്കും. പുതിയൊരു ഓൾ ടൈം ഹൈ ലഭിക്കുന്ന സമയത്ത് നമ്മളത് സെല്ലിംഗ് ഓപ്പർച്യൂണിറ്റി ആയിട്ട് കരുതാൻ പാടില്ല. ബിക്കോസ് ഒരു 1.5 മാസം നീണ്ടു നിന്ന ഒരു കൺസോൾട്ടേഷന് ശേഷം നമുക്ക് ഈ ബ്രേക്ക് ഔട്ട് ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന് താങ്ങ് നൽകിക്കൊണ്ടിരിക്കുന്ന സ്റ്റോക്സിലൊക്കെ നമ്മളിപ്പോൾ പഠനം നടത്തണം. ബിക്കോസ് ഐ സീ എ ലോട്ട് ഓഫ് ബൈയിങ് ഓപ്പർച്യൂണിറ്റീസ് ഇൻ ദ ബാങ്കിങ് സെക്ടർ. സാർ, ഇനി ഒരു സ്റ്റോക്കിൻ ഫോക്കസിലോട്ട് വരുമ്പോൾ നമുക്ക് ആദ്യമായിട്ടൊരു സ്റ്റോക്ക് ചോദിക്കാനുള്ളത് അവൻ്റലാണ്. അവൻ്റൽ നോക്കുമ്പോൾ ഇന്നലെ ഒരു മികച്ച മുന്നേറ്റം 7% ഒരു വലിയ രീതിയിലുള്ള ഒരു കുതിപ്പ് നടത്തിയിരുന്നു. 151 ലാസ്റ്റ് ട്രേഡർ പ്രൈസ് ആയിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഏതായാലും ജൂലൈ 2024 ഒരു ലിസ്റ്റിങ്ങിന് ശേഷം പിന്നീട് അങ്ങോട്ട് സ്റ്റോക്ക് തുടർച്ചയായ ഒരു ഇടിവായിരുന്നു രേഖപ്പെടുത്തി. ഏതായാലും നമുക്ക് സ്റ്റോക്കിൻ്റെ ഒരു ബോട്ടം പിന്നീട് ഫെബ്രുവരി ഈ ഒരു വർഷമാണ് കാണാൻ സാധിച്ചത്. അതിനുശേഷം ഇപ്പോൾ ഒരു 4 മാസങ്ങളായി തുടർച്ചയായ ഒരു മുന്നേറ്റം സ്റ്റോക്ക് രേഖപ്പെടുന്നുണ്ട്. മാത്രമല്ല വീക്കിലി ട്രേഡിംഗ് നോക്കുമ്പോഴൊക്കെ ഇപ്പോൾ ഒരു ലാസ്റ്റ് 4 വീക്ക് ആയിട്ടും ഒരു മുന്നേറ്റമാണ് സ്റ്റോക്കിൽ ഇപ്പോൾ തുടർന്ന് നമുക്ക് കാണാൻ സാധിക്കുന്നത്. അവൻ്റലിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? Avental is a small cap stock and വിഷ്ണു ചൂണ്ടിക്കാണിച്ചതുപോലെ ഫെബ്രുവരി മാസത്തിന് ശേഷം നമുക്ക് നല്ല നേട്ടമാണ് ഈ സ്റ്റോക്ക് നൽകിയിരിക്കുന്നത്. സോ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ആ പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യാം. ഈ സ്റ്റോക്കിന്റെ അടുത്ത മേജർ റെസിസ്റ്റൻസ് 165 രൂപയിലാണ് കാണുന്നത്. കറക്ഷൻ നടക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും ഈ സ്റ്റോക്കിൽ നമുക്ക് ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യാൻ സാധിക്കും. ഇനി ഒരു സ്റ്റോക്ക് ഫോക്കസിലുള്ളത് 3i ഇൻഫോടെക് ലിമിറ്റഡ് ആണ്. നമ്മൾ സ്റ്റോക്കിൻ്റെ ഒരു ട്രേഡിംഗ് നോക്കുമ്പോൾ ഇന്നലെ 1.41% നേട്ടത്തിൽ 25 എന്നുള്ളൊരു പ്രൈസിലാണ് ഒരു ക്ലോസിംഗ് എടുത്തതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സ്റ്റോക്കിനെ സംബന്ധിച്ച് നമുക്കൊരു പാസ്റ്റ് ട്രേഡിംഗ് നോക്കുമ്പോൾ ഇപ്പോഴൊരു കഴിഞ്ഞ 2 മാസങ്ങളിൽ ഇപ്പോഴൊരു നേരിയതെങ്കിലും ഒരു നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ട് ഏകദേശം ഇപ്പോൾ 2 മാസമായിട്ട് ഏകദേശം ഒരു 16% നേട്ടം ഓൾറെഡി കഴിഞ്ഞിരിക്കുന്നു. ആ ഒരു നേട്ടത്തിലാണ് നിലവിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. 3i ഇൻഫോടെക്കിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? 3i Infotech is a small cap stock and ഈ ഒരു കമ്പനിയുടെ ചരിത്രം നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ ഓൾമോസ്റ്റ് ഒരു 5-8 വർഷങ്ങളായിട്ട് ഈ കമ്പനിയുടെ ഫൈനാൻഷ്യൽസ് വളരെ മോശമായിട്ട് പോയിക്കൊണ്ടിരുന്നത്. ഇൻഫാക്ട് നമ്മൾ ഏപ്രിൽ മാസത്തിൽ നോക്കുമ്പോഴേക്കും ഈ സ്റ്റോക്കിൻ്റെ ഒരു ബോട്ടം നമുക്ക് ഏകദേശം 20 രൂപയ്ക്ക് അടുത്താണ് കാണുന്നത്. എങ്കിലും അതിനുശേഷം കഴിഞ്ഞ ഒരു 1.5 മാസമായിട്ട് ഗ്രാജുവലായിട്ട് ഈ സ്റ്റോക്കിൽ ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് വന്നു തുടങ്ങിയിട്ടുണ്ട്. ആൻഡ് ഇൻസിഡൻ്റ്ലി ഒരു 10 ദിവസം മുൻപായിരുന്നു ഇതിൻ്റെ ക്വാർട്ടർലി റിസൾട്ട് വന്നത്. ആൻഡ് ഒത്തിരി ക്വാർട്ടറുകൾക്ക് ശേഷം ഈ കമ്പനി ആദ്യമായിട്ട് ഒരു ക്വാർട്ടർലി പ്രോഫിറ്റ് അനൗൺസ് ചെയ്തിരുന്നു 25 കോടിയുടെ. ഈ കമ്പനിയിൽ താമസിക്കാതെ തന്നെ ഒരു 100 കോടിയുടെ റൈറ്റ്സ് ഇഷ്യൂ വരാൻ ചാൻസസ് ഉണ്ട്. ബട്ട് നമ്മളൊരു എക്സ്ട്രാ റിസ്ക് എടുക്കാൻ പ്രിപ്പയർഡ് ആണെങ്കിൽ 26 രൂപയുടെ റെസിസ്റ്റൻസ് ശ്രദ്ധിച്ചിരിക്കണം. ബിക്കോസ് ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഷോർട്ട് ടേം ട്രെൻഡ് വീണ്ടും ബുള്ളിഷായി മാറും. അതിനുശേഷമുള്ള മേജർ റെസിസ്റ്റൻസ് 27 രൂപ 50 പൈസ, 28 രൂപ 90 പൈസ, 30 രൂപ 50 പൈസ. ഇത് 4 ആയിരിക്കും ഇമ്മീഡിയറ്റ് റെസിസ്റ്റൻസ് ലെവൽസ്. സാർ, ഇനി എനിക്ക് ചോദിക്കാനുള്ള സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 3 മാസങ്ങളിലായി ഒരു നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ട് ക്ലോസ് ചെയ്യുന്ന ചില സ്റ്റോക്കുകളെ പറ്റിയാണ്. മാത്രമല്ല ഇന്നലത്തെ ട്രേഡിങ്ങിൽ വലിയ തോതിലുള്ള മുന്നേറ്റവും ഈ സ്റ്റോക്കുകളൊക്കെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിൽ ആദ്യമായിട്ടൊരു സ്റ്റോക്ക് ഉള്ളത് റിയൽറ്റി സെക്ടറിൽ നിന്നുള്ള ബ്രിഗേഡാണ്. ഇന്നലെ 7% ഒരു നേട്ടത്തിൽ 1176 എന്നൊരു നിലയിലാണ് ഒരു ക്ലോസിംഗ് ഉണ്ടായിരുന്നത്. ലാസ്റ്റ് 3 മാസം നോക്കുമ്പോഴും ഒരു നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്ലോസിംഗ് ആണ് സ്റ്റോക്ക് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ബ്രിഗേഡിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? വിഷ്ണു, നമ്മൾ റിയാലിറ്റി ഇൻഡെക്സ് നോക്കുമ്പോഴേക്കും ഇന്നലെ നമുക്ക് നല്ല നേട്ടമായിരുന്നു റിയാലിറ്റി ഇൻഡെക്സ് നൽകിയത്. സോ നമ്മൾ റിയാലിറ്റി സെക്ടർ നോക്കുമ്പോഴേക്കും DLF, ബ്രിഗേഡ്, ഗോദ്രേജ് പ്രോപ്പർട്ടി, ശോഭ ഡെവലപ്പേഴ്സ് ഇതിലൊക്കെ ഇന്നലെ മാത്രമല്ല കഴിഞ്ഞ ഒരു 3-4 ട്രേഡിംഗ് സെഷൻസിൽ നമുക്ക് നല്ല ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. ഇത് നമ്മൾ എങ്ങനെ കോറിലേറ്റ് ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ
കഴിഞ്ഞ 2-3 മാസങ്ങളായിട്ട് ഇന്ത്യയിലെ ഗ്രാജുവലായിട്ട് ഇൻഫ്ലേഷൻ്റെ റേറ്റ് കുറഞ്ഞാ വരുന്നത്. നമുക്കറിയാം ഈ ആഴ്ച തന്നെ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ മോണിറ്ററി പോളിസി കമ്മിറ്റി യോഗം കൂടുന്നുണ്ട്. എൻ്റെ ഒരു എക്സ്പെക്ടേഷൻ റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യ 0.5% മുതൽ 0.5% വരെ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്യുമെന്നാണ് ഞാൻ എക്സ്പെക്ട് ചെയ്യുന്നത്. അങ്ങനെ ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്യുന്നതിൻ്റെ ഒരു എക്സ്പെക്ടേഷനിലാണ് നമുക്ക് ഈ ഒരു മൂവ്മെന്റ് കാണാൻ സാധിക്കുന്നത്. ഇൻട്രസ്റ്റ് റേറ്റ് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ റിയാലിറ്റി സെക്ടർ, ഓട്ടോ സെക്ടർ, കൺസ്യൂമർ ഡ്യൂറബിൾ സെക്ടർ, ബാങ്കിങ് സെക്ടർ, ഈ സെക്ടേഴ്സിലൊക്കെ അത് വളരെ പോസിറ്റീവ് ഇഫക്റ്റ് ആയിരിക്കും. നമ്മൾ ബ്രിഗേഡിന്റെ ഫൈനാൻഷ്യൽസിൽ കംഫർട്ടബിൾ ആണെങ്കിൽ തീർച്ചയായിട്ടും കറന്റ് ലെവൽസിൽ ഒരു ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യാം. എന്തെന്നാൽ ഇന്നലത്തെ ആ ഒരു സ്ട്രോങ് ക്ലോസിനെ തുടർന്ന് ലോങ് ടേം ട്രെൻഡ് പോലും ബുള്ളിഷായി മാറിയിട്ടുണ്ട്. സാർ, ഇനി അതുപോലെ തന്നെ സെയിം രീതിയിലുള്ളൊരു പാറ്റേൺ ഫോളോ ചെയ്യുന്ന റിയൽറ്റി സെക്ടറിൽ നിന്നുള്ള ഒരു സ്റ്റോക്ക് കൂടിയുണ്ട്. പ്രസ്റ്റീജിനെ പറ്റിയാണ് അറിയേണ്ടത്. 4.98% ഒരു നേട്ടത്തിലായിരുന്നു ക്ലോസിംഗ് എടുത്തിരുന്നത്. 1500 ലാസ്റ്റ് ട്രേഡ് പ്രൈസ്. മാത്രമല്ല ലാസ്റ്റ് ഒരു 3 മാസത്തേക്ക് ട്രേഡിംഗ് നോക്കുമ്പോൾ ഓൾമോസ്റ്റ് ഒരു 40% മേൽ റിട്ടേൺ ഇപ്പോൾ നൽകി കഴിഞ്ഞിട്ടുണ്ട് ഈ ഒരു സ്റ്റോക്ക്. പ്രസ്റ്റീജിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? പ്രസ്റ്റീജിന്റെ കേസിലും നല്ല ഒരു ബുള്ളിഷ് സെറ്റപ്പ് ഫോമായി വന്നിരിക്കുന്നത്. ഈ ഒരു സ്റ്റോക്കിൽ നമുക്ക് ഏപ്രിൽ മാസത്തിൽ ഏകദേശം 1000 രൂപയ്ക്ക് അടുത്തായിരുന്നു ഇതിൻ്റെ ഒരു ബോട്ടം കാണാൻ സാധിക്കുന്നത്. ആൻഡ് അതിനുശേഷം കണ്ടിന്യൂസ് ബൈയിങ് ഇൻട്രസ്റ്റ് ഈ സ്റ്റോക്കിലും വന്നിരിക്കുന്നത്. കറന്റ് ലെവൽസിൽ തീർച്ചയായിട്ടും ഒരു ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യാം. ഇത് ഫേസ് ചെയ്യാൻ പോകുന്ന ആദ്യത്തെ മേജർ റെസിസ്റ്റൻസ് 1600, 1650, 1700. സാർ, ഇനി എൻ്റെ ലിസ്റ്റിലുള്ള, അതായത് കഴിഞ്ഞ 3 മാസങ്ങളായി നേട്ടം രേഖപ്പെടുത്തുന്ന ഒരു സ്റ്റോക്കിൽ ലിസ്റ്റിലുള്ള അടുത്തൊരു സ്റ്റോക്ക് എന്ന് പറയുന്നത് യെസ് ബാങ്ക് ആണ്. യെസ് ബാങ്ക് നോക്കുമ്പോൾ ഇന്നലെ 8% ഒരു മുന്നേറ്റമാണ് രേഖപ്പെടുത്തിയത്. 23 എന്നുള്ളൊരു ലാസ്റ്റ് ട്രേഡ് പ്രൈസുമാണ് കാണാൻ സാധിക്കുന്നത്. സ്റ്റോക്കിനെ സംബന്ധിച്ച് നമ്മൾ നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഈ ഒരു ലാസ്റ്റ് 3 മാസമായിട്ട് ഓൾമോസ്റ്റ് ഒരു 30% മേലെ ഒരു റിട്ടേൺ നൽകിയിട്ടുണ്ട്. മാത്രമല്ല ചെറിയ രീതിയിലൊരു വോളിയം ബിൽഡപ്പ് ഉണ്ടാകുന്നതായിട്ടും കാണുന്നുണ്ട്. യെസ് ബാങ്കിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? യെസ് ബാങ്ക് അഗെയിൻ ഇറ്റ്സ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക് ആൻഡ് ഈ കമ്പനിക്ക് ഒത്തിരി പ്രോബ്ലംസ്, ഫൈനാൻഷ്യൽ പ്രോബ്ലംസ് നേരിട്ടിട്ടുള്ള ഒരു സ്റ്റോക്ക് യെസ് ബാങ്ക്. ബട്ട് യെസ് ബാങ്കിന്റെ കേസിൽ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യക്ക് നല്ലൊരു സ്റ്റേക്ക് ഉണ്ട്. ആൻഡ് നമ്മൾ കുറച്ച് ദിവസം മുൻപ് ഒരു വാർത്ത വന്നിരുന്നു ദാറ്റ് ജാപ്പനീസ് ബാങ്ക് സുമിറ്റോമോ ഈ സ്റ്റോക്ക് ഏറ്റെടുക്കുമെന്ന്. അതിനെ തുടർന്ന് ഒത്തിരി സ്പെക്കുലേറ്റീവ് ബൈയിങ് ഈ സ്റ്റോക്കിൽ നടക്കുന്നുണ്ട്. അതിനെ തുടർന്ന് ബോത്ത് ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി മാറിയിട്ടുണ്ട്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യുക. പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും ഈ സ്റ്റോക്കിൽ പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കും. ഈ സ്റ്റോക്ക് ഫേസ് ചെയ്യാൻ പോകുന്ന ആദ്യത്തെ മേജർ റെസിസ്റ്റൻസ് 27, അതിനുശേഷം 28 രൂപ. സാർ, അടുത്തൊരു സ്റ്റോക്ക് ഫോക്കസിലുള്ളത് ഇനോക്സ് വൈൻഡ് ആണ്. ഇന്നലെ 4% ഒരു ഇടിവായിരുന്നു സ്റ്റോക്കിൽ നമുക്ക് കാണാൻ സാധിച്ചത്. 185 എന്നുള്ളൊരു ലാസ്റ്റ് ട്രേഡ് പ്രൈസിലാണ് സ്റ്റോക്ക് നിലവിൽ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമുക്ക് സ്റ്റോക്ക് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് ഓൾ ടൈം ഹൈ സെപ്റ്റംബറിലായിരുന്നു ക്രിയേറ്റ് ചെയ്തത്. അതിൽ നിന്ന് നമുക്ക് നോക്കുമ്പോൾ ഏകദേശം ഒരു 30% ഇടിവ് രേഖപ്പെടുത്തുന്ന ആ ഒരു നിലയിലാണ് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇനോക്സിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ഇനോക്സിന്റെ ഏത് സ്റ്റോക്കിലാണ് നമുക്ക് ഇത് വേണ്ടത്? ഇനോക്സ് വിൻഡ്. ഇനോക്സ് വിൻഡിന്റെ കേസിൽ ആദ്യം തന്നെ നമ്മൾ ഓർക്കേണ്ടത് ദിസ് ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. ആൻഡ് ഈ സ്റ്റോക്കിന്റെ ഒരു ഷോർട്ട് ആൻഡ് ലോങ് ടേം ട്രെൻഡ് നമുക്ക് സൈഡ് വേസ് ആയിട്ടാണ് കാണുന്നത്. ഇന്നലെ ഈ സ്റ്റോക്കിൽ ഒരു പ്രോഫിറ്റ് ടേക്കിംഗ് നടന്നിട്ടുണ്ട്. അതിനെ തുടർന്ന് നമ്മൾ വളരെ സൂക്ഷിച്ചു വേണം ഈ സ്റ്റോക്കിൽ പൊസിഷൻ ഉണ്ടെങ്കിൽ ഹാൻഡിൽ ചെയ്യാനായിട്ട്. 180 രൂപയിലായിരിക്കും നമ്മൾ സപ്പോർട്ട് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത്. ഈ സ്റ്റോക്കിൽ ഇന്നത്തെ ട്രേഡിൽ പുതിയ ലോങ് പൊസിഷൻ ഒന്നും തന്നെ എടുക്കാൻ ഒരു ഓപ്പർച്യൂണിറ്റി കാണുന്നില്ല. ഇനി സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയെ പറ്റിയാണ് അറിയേണ്ടത്. നിലവിൽ ഇന്നലെ ഒരു ഫ്ലാറ്റ് പോസിറ്റീവ് നോട്ടിലുള്ളൊരു നേട്ടമാണ് രേഖപ്പെടുത്തിയത്. 813 എന്നുള്ളൊരു ലാസ്റ്റ് ട്രേഡ് പ്രൈസാണ് സ്റ്റോക്കിൽ രേഖപ്പെടുത്തിയതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സ്റ്റോക്കിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ മന്ത്ലി ട്രേഡിങ്ങിൽ ഈ ഒരു കഴിഞ്ഞ 3 മാസങ്ങളിലായി ഒരു നേട്ടം രേഖപ്പെടുത്തിയുള്ള ഒരു ക്ലോസിംഗ് ആണ് സ്റ്റോക്ക് രേഖപ്പെടുത്തുന്നത്. സ്റ്റേറ്റ് ബാങ്കിൽ താങ്കളുടെ ഒരു വ്യൂ എന്താണ്? സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി മാറിയിട്ടുണ്ട്. ബട്ട് നമ്മൾ മറ്റ് ചില PSU സ്റ്റോക്സിൻ്റെ കൂടെ കമ്പയർ ചെയ്യുമ്പോഴേക്കും ഒരു അണ്ടർ പെർഫോമൻസ് SBIയിൽ അറ്റ് ദ മൊമെന്റ് നടന്നു വരുന്നത്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ദ ലോങ് പൊസിഷൻ. ബട്ട് 830 ഈ ഒരു റെസിസ്റ്റൻസ് ലെവൽ ശ്രദ്ധിച്ചിരിക്കുക. ഈ ഒരു റെസിസ്റ്റൻസ് ഇന്ന് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ നമുക്ക് തീർച്ചയായിട്ടും ഒരു ലോ റിസ്കിലെ ബൈയിങ് ഓപ്പർച്യൂണിറ്റി ഈ സ്റ്റോക്കിൽ ലഭിക്കും.
സാർ ഇനി അറിയേണ്ടത് ടെക്നോ ഇലക്ട്രോണിക് എന്ന് പറയുന്ന ഒരു സ്റ്റോക്കിനെ പറ്റിയാണ്. നിലവിൽ നമുക്ക് ഈ ഒരു സ്റ്റോക്ക് നോക്കുമ്പോൾ കാണാൻ സാധിക്കുന്നത് 2.3% ഒരു നേട്ടമാണ് ഇന്നലത്തെ ട്രേഡിങ്ങിൽ കാഴ്ചവെച്ചത്. 1442 ലാസ്റ്റ് ട്രേഡ് പ്രൈസായിട്ട് കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞൊരു മാസം നോക്കുമ്പോൾ ഒരു മികച്ച റിട്ടേൺ ഈ ഒരു സ്റ്റോക്ക് രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല ഒരു വോളിയം ബിൽഡപ്പ് കഴിഞ്ഞ ഒരു മാസം നോക്കുമ്പോൾ തൊട്ട് പിന്നിലത്തെ ഒരു മാസത്തിനേക്കാൾ കൂടുതൽ രേഖപ്പെടുത്തിയതായിട്ടും കാണാൻ സാധിക്കുന്നുണ്ട്. ഈ ഒരു സ്റ്റോക്കിൽ താങ്കളുടെ ഒരു എക്സ്പെക്റ്റേഷൻ എന്താണ്? So Techno Electric is again a mid-cap stock, and ഈ സ്റ്റോക്കിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി മാറിയിട്ടുണ്ട്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ആ ഒരു പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുക. പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്ന സമയത്ത് ഈ സ്റ്റോക്കിൽ നമ്മൾ ഫൈനാൻഷ്യൽസിൽ കംഫർട്ടബിൾ ആണെങ്കിൽ പുതിയ ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യാം. ഈ സ്റ്റോക്കിന്റെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് സപ്പോർട്ട് ലെവൽ 1280 മുതൽ 1330 രൂപ വരെ. ഇനി അറിയേണ്ടത് ഷിനൈഡറാണ്. ഷിനൈഡറെ പറ്റി നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന 1% ഒരു നേട്ടം രേഖപ്പെടുത്തിയുള്ള ഒരു ട്രേഡിംഗ് ആയിരുന്നു കഴിഞ്ഞ ദിവസം കാണാൻ സാധിച്ചത്. നിലവിൽ 760 എന്നുള്ളൊരു ലാസ്റ്റ് ട്രേഡ് പ്രൈസാണ് ഈ ഒരു സ്റ്റോക്കിൻ്റെ കാണാൻ സാധിക്കുന്നത്. ഷിനൈഡ് ഇലക്ട്രിക് ഇൻഫ്രയിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ഇതിന്റെ സ്പെല്ലിംഗ് ഒന്ന് പറയാമോ? SCHEIDER. വിഷ്ണു, അൺഫോർച്ചുനേറ്റ്ലി എൻ്റെ ഇൻഫർമേഷൻ ലഭിക്കുന്നില്ല. അടുത്ത ദിവസം കവർ ചെയ്യാം. ഓക്കെ സാർ, നമുക്ക് അടുത്തൊരു സ്റ്റോക്കിലോട്ട് പോകാം. ഇനി നമുക്ക് അറിയേണ്ടത് ചെന്നൈ പെട്രോളിനെ പറ്റിയാണ്. ചെന്നൈ പെട്രോളിൻ്റെ ഒരു ട്രേഡിംഗ് നോക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഇന്നലത്തെ ഒരു ട്രേഡിങ്ങിൽ ഈ ഒരു സ്റ്റോക്ക് രേഖപ്പെടുത്തിയിരിക്കുന്നത് ഒരു ഇടിവായിരുന്നു. 1.39%. 669 എന്നുള്ളൊരു ലാസ്റ്റ് ട്രേഡ് പ്രൈസാണ് നിലവിൽ കാണാൻ സാധിക്കുന്നത്. സ്റ്റോക്കിൻ്റെ ഒരു ഓൾ ടൈം ഹൈ ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞ ഒരു ജൂലൈയിലായിരുന്നു. അവിടെ നിന്ന് നോക്കുമ്പോൾ സ്റ്റോക്ക് ഓൾമോസ്റ്റ് ഒരു 40% ഇടിവ് രേഖപ്പെടുത്തുന്ന ആ ഒരു ലെവലിലാണ് ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഓഹരിയിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ചെന്നൈ പെട്രോളിയം ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും സൈഡ് വൈസ് ആയിട്ട് കാണുന്നത് നല്ലൊരു ബുള്ളിഷ് അസറ്റ് പെർഫോം ആയിട്ടുണ്ട്. നമ്മൾ ഇന്നത്തെ ട്രേഡിൽ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് 682 രൂപ. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ലോ റിസ്കിൽ ഒരു ബൈങ് അവസരം ലഭിക്കും. സ്റ്റോക്കിലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു സപ്പോർട്ട് നമ്മൾ ശ്രദ്ധിച്ചിരിക്കുന്നത് 620 രൂപ. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷ് മാറും. സാർ ഇനി നമുക്ക് ഹിന്ദുസ്ഥാൻ കോപ്പറിനെ പറ്റിയാണ് അറിയേണ്ടത്. ഹിന്ദുസ്ഥാൻ കോപ്പർ 1.9% ഒരു നേട്ടത്തിലായിരുന്നു ഇന്നലത്തെ ഒരു ക്ലോസിംഗ് എടുത്തത്. 252 എന്നുള്ളൊരു ലാസ്റ്റ് ട്രേഡ് പ്രൈസാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സ്റ്റോക്കിൻ്റെ ഒരു വീക്കിലി ട്രേഡിംഗ് നോക്കുമ്പോൾ കഴിഞ്ഞ ഒരു 3 വീക്കുകളായി നേട്ടത്തിലുള്ള ഒരു ക്ലോസിംഗ് ആണ് സ്റ്റോക്ക് ഇപ്പോൾ എടുത്തുകൊണ്ടിരിക്കുന്നത്. ഈ ഒരു ഓഹരിയിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ഹിന്ദുസ്ഥാൻ കോപ്പർ ഇസ് എ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ കമ്പനി, ആൻഡ് ഈ സ്റ്റോക്കിൽ നമുക്ക് ഏപ്രിൽ മാസത്തിന് ശേഷം ഒത്തിരി ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിക്കുന്നുണ്ട്. അതിനെ തുടർന്ന് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി മാറിയിട്ടുമുണ്ട്. നമുക്ക് നല്ലൊരു ലോ റിസ്ക് ബൈയിങ് അവസരം ഈ സ്റ്റോക്കിൽ ഇപ്പോൾ ലഭിച്ചുകൊണ്ടിരിക്കുന്നത്. തീർച്ചയായിട്ടും ഈ സ്റ്റോക്കിന്റെ ഫൈനാൻഷ്യൽസ് നമ്മൾ സ്റ്റഡി ചെയ്യണം. ഇതിന്റെ ബുള്ളിഷ് ട്രിഗർ ഇപ്പോൾ കാണാൻ സാധിക്കുന്നത് 253 രൂപ. ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ പിന്നീടുള്ള മേജർ റെസിസ്റ്റൻസ് 264, 269, 278. സാർ ഇനി അറിയേണ്ടത് HCL ടെക്നോളജീസിനെ പറ്റിയാണ്. സ്റ്റോക്ക് നോക്കുമ്പോൾ ഇന്നലെ ഒരു 0.31% ഒരു ഇടിവായിരുന്നു കാണാൻ സാധിച്ചത്. നമുക്ക് സ്റ്റോക്കിൻ്റെ ഒരു ട്രേഡിംഗ് നോക്കുമ്പോൾ ഒരു ഓൾ ടൈം ഹൈയിൽ നിന്ന് സ്റ്റോക്ക് ഇപ്പോൾ ട്രേഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓൾമോസ്റ്റ് ഒരു 16% ഇടിവ് രേഖപ്പെടുത്തുന്ന ഒരു ലെവലിലാണ്. സ്റ്റോക്കിനെ സംബന്ധിച്ച് ഇന്നൊരു ന്യൂസും ലഭ്യമായിട്ടുണ്ട്. UAE പാത്തുമായി കൈകോർത്ത് ബിസിനസ് നടപടികൾ ചെയ്യാൻ തുടങ്ങുന്നു എന്നുള്ള രീതിയിലുള്ള ഒരു ന്യൂസാണ്, ഒരു പോസിറ്റീവ് ന്യൂസ് കൂടിയാണ് ലഭ്യമായിരിക്കുന്നത്. നമുക്ക് HCL ടെക്നോളജീസിൽ ഇനി എന്തൊക്കെയാണ് വാച്ച് ചെയ്തിരിക്കേണ്ട ഒരു ലെവലുകൾ? വിഷ്ണു, HCL ടെക്നോളജിയുടെ കേസിൽ ലോങ് ടേം ട്രെൻഡ് ബെയറിഷും ഷോർട്ട് ടേം ട്രെൻഡ് സൈഡ് വേസുമായിട്ടാണ് കാണാൻ സാധിക്കുന്നത്. ഇത് ഈ ഒരു സ്റ്റോക്ക് സ്റ്റഡി ചെയ്യുമ്പോൾ നമ്മൾ TCS, ഇൻഫോസിസ്, വിപ്രോ മുതലായ സ്റ്റോക്സ് ഒക്കെ ഒരേ സമയത്ത് സ്റ്റഡി ചെയ്യണം. ഈ സ്റ്റോക്സിലൊക്കെ നമുക്ക് കാണാൻ സാധിക്കുന്ന സെയിം പാറ്റേൺ. സോ HCL ടെക്നോളജിയുടെ കേസിൽ നമ്മളിപ്പോൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് 1710 രൂപ. ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ ലോങ് ടേം ട്രെൻഡ് പോലും ബുള്ളിഷായി മാറും. അതിനുശേഷം നമുക്ക് തീർച്ചയായിട്ടും പുതിയൊരു ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യാം. സാർ ഇനി 2024 ലിസ്റ്റ് ചെയ്ത മറ്റൊരു കമ്പനിയെ പറ്റിയാണ് അറിയേണ്ടത്. സമീറ ആഗ്രോ ആൻഡ് ഇൻഫ്ര. നമ്മൾ ഈ ഒരു സ്റ്റോക്ക് നോക്കുമ്പോൾ ആ ഒരു ലിസ്റ്റിങ്ങിന് ശേഷം ജാനുവരി 2024 ലിസ്റ്റിങ്ങിന് ശേഷം പിന്നീട് അങ്ങോട്ടൊരു ഇടിവായിരുന്നു സ്റ്റോക്കിൽ കാണാൻ സാധിച്ചത്. എന്നാൽ കഴിഞ്ഞ ഒരു 2 മാസം നോക്കുമ്പോൾ സ്റ്റോക്കിൽ ഒരു നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ട്രേഡിംഗ് കാഴ്ചവെക്കുന്നുണ്ട്. മാത്രമല്ല ഇന്നലെ ഏകദേശം 9% വലിയ രീതിയിലുള്ള ഒരു കുതിപ്പും സ്റ്റോക്ക് നൽകിയിട്ടുണ്ട്. സമീറയിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? സമീറ
is a small cap stock. ആൻഡ് ഈ സ്റ്റോക്കിൽ കാര്യമായിട്ട് ട്രേഡിംഗ് ലിക്വിഡിറ്റി കാണാൻ സാധിക്കുന്നില്ല. മെയ് മാസത്തിന് ശേഷം ഈ സ്റ്റോക്കിൽ ഒത്തിരി നേട്ടം നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ സ്റ്റോക്കിൽ കറണ്ട് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻസ് അവോയ്ഡ് ചെയ്യുക. വളരെ കെയർഫുൾ ആയിട്ടായിരിക്കും ഈ സ്റ്റോക്ക് ഹാൻഡിൽ ചെയ്യേണ്ടത്. കാര്യം ഈ സ്റ്റോക്കിൽ ഇപ്പം നമ്മൾ ഇത്രയും വലിയ നേട്ടം കണ്ടിട്ടുണ്ടെങ്കിൽ പോലും ഈ സ്റ്റോക്കിൽ പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്ന സമയത്ത് ഇത്തരം സ്റ്റോക്കുകൾ ലോവർ സർക്യൂട്ട് ബ്രേക്കറിലോട്ട് പോകാൻ സാധ്യത. ഈ സ്റ്റോക്കിൽ ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ സ്ട്രിക്റ്റ് ആയിട്ട് 87 രൂപയിൽ സ്റ്റോപ്പ് മെയിൻറ്റെയിൻ ചെയ്യണം. പുതിയ ലോങ് പൊസിഷൻസ് അവോയ്ഡ് ചെയ്യുക. സാർ, ഇനി അറിയേണ്ട ഒരു സ്റ്റോക്ക് എന്ന് പറയുന്നത് JTL ഇൻഡസ്ട്രീസ് ലിമിറ്റഡ് ആണ്. 1.84% ഒരു ഇടിവായിരുന്നു സ്റ്റോക്ക് രേഖപ്പെടുത്തിയിരിക്കുന്നത്. 66 എന്നുള്ളൊരു ലാസ്റ്റ് ട്രേഡർ പ്രൈസുമാണ് സ്റ്റോക്കിൽ നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഈ ഒരു സ്റ്റോക്കിൽ താങ്കൾ ഇനി വാച്ച് ചെയ്തിരിക്കുന്ന ലെവലുകൾ ഏതൊക്കെയാണ്? JTL അൺഫോർച്ചുനേറ്റ്ലി ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷ് ആയിട്ടാണ് കാണുന്നത്. ഈ സ്റ്റോക്കിൽ ബോട്ടം കണ്ടു എന്ന് സ്ഥിരീകരിക്കാൻ സാധിക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ലോങ് പൊസിഷൻസ് പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്യുക. ഈ സ്റ്റോക്കിന്റെ ആദ്യത്തെ മേജർ റെസിസ്റ്റൻസ് 75 രൂപയിലാണ് കാണുന്നത്. സാറിന് ഈ ഗുജറാത്ത് ഗ്യാസ് ലിമിറ്റഡ് ആണ് അറിയേണ്ടത്. നമുക്ക് ഈ ഒരു സ്റ്റോക്ക് നോക്കുമ്പോൾ ഇന്നലെ 0.5% ഒരു നേട്ടമായിരുന്നു രേഖപ്പെടുത്തിയത്. 462 എന്നുള്ളൊരു ലാസ്റ്റ് ട്രേഡ് പ്രൈസാണ് സ്റ്റോക്കിൻ്റെതായിട്ട് കാണാൻ സാധിക്കുന്നത്. സ്റ്റോക്കിൻ്റെ ഒരു പാസ്റ്റ് ട്രേഡിംഗ് നോക്കുമ്പോൾ കഴിഞ്ഞ 3 മാസങ്ങളിലെ ഒരു നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്ലോസിംഗ് സ്റ്റോക്ക് ഇപ്പോൾ രേഖപ്പെടുത്തുന്നുണ്ട്. ഈ ഒരു സ്റ്റോക്കിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? ഗുജറാത്ത് ഗ്യാസിന്റെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബെയറിഷായി തുടരുന്നു. ഒരു മേജർ റെസിസ്റ്റൻസ് കാണാൻ സാധിക്കുന്നത് 480 രൂപയില. ആ ഒരു റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ മാത്രം നമുക്ക് ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യാൻ സാധിക്കും. IDBI ബാങ്കിൻ്റെ ഒരു വ്യൂ ആണ് ഇനി അറിയേണ്ടത്. ഇന്നലെ ഒരു മികച്ച മുന്നേറ്റം 4% മുകളിലേക്ക് ഒരു നേട്ടം രേഖപ്പെടുത്താൻ സ്റ്റോക്കിന് സാധിച്ചിരുന്നു. 101 എന്നുള്ളൊരു ലാസ്റ്റ് ട്രേഡ് പ്രൈസാണ് സ്റ്റോക്കിൻ്റെതായിട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സ്റ്റോക്കിനെ സംബന്ധിച്ച് നോക്കുമ്പോൾ ഒരു വീക്ക്ലി ട്രേഡിങ്ങിലാകട്ടെ മന്ത്ലി ട്രേഡിങ്ങിലാകട്ടെ കഴിഞ്ഞ കുറച്ച് നാളുകളായി ഒരു നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്ലോസിംഗ് രേഖപ്പെടുത്താൻ ഇപ്പോൾ IDBI ബാങ്കിന് സാധിക്കുന്നുണ്ട്. മാത്രമല്ല സ്റ്റോക്ക് ഒരു മികച്ച മുന്നേറ്റമാണ് ഈ ഒരു കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ നടത്തിയതായിട്ടും കാണുന്നത്. ഈ ഒരു സ്റ്റോക്കിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്? IDBI ബാങ്കിന്റെ കേസിൽ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി മാറിയിട്ടുണ്ട്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യുക. പുതിയ ലോങ് പൊസിഷൻസ് ഹൗവർ കറന്റ് ലെവൽസിൽ അഡ്വൈസ് ചെയ്യുന്നില്ല. പ്രോഫിറ്റ് ടേക്കിംഗ് നടക്കുന്ന സമയത്ത് കൺസിഡർ ചെയ്യാൻ സാധിക്കത്തുള്ളൂ. ഈ സ്റ്റോക്ക് ഫേസ് ചെയ്യാൻ പോകുന്ന ഇനിയുള്ള മേജർ റെസിസ്റ്റൻസ് 110 രൂപയിലായിരിക്കും. ഇനി നമുക്ക് ഒരു സ്റ്റോക്ക് ഫോക്കസിലുള്ളത് സഹസ്രയാണ്. സഹസ്ര ഇലക്ട്രോണിക് ആണ്. നമ്മൾ ഈ ഒരു സ്റ്റോക്ക് നോക്കുമ്പോൾ ഇന്നലത്തെ ഒരു ട്രേഡിങ്ങിൽ ഏകദേശം 5% ഒരു ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ട്രേഡിംഗ് ആയിരുന്നു സ്റ്റോക്ക് കാഴ്ചവെച്ചത്. 296 എന്നുള്ളൊരു ലാസ്റ്റ് ട്രേഡർ പ്രൈസാണ് കാണാൻ സാധിക്കുന്നത്. സ്റ്റോക്കിനെ സംബന്ധിച്ച് ഈ ഒരു 2024 ഒരു ലിസ്റ്റിങ്ങിന് ശേഷം ആ ഒരു തുടക്ക സമയത്തിലൊരു നേട്ടം രേഖപ്പെടുത്തിയിരുന്നെങ്കിലും പിന്നീട് നവംബറിന് ശേഷം തുടർച്ചയായ ഒരു ഇടിവാണ് നമുക്ക് കാണാൻ സാധിച്ചത്. ഈ ഒരു സ്റ്റോക്കിലൊരു ബോട്ടം കണ്ടോ? താങ്കളുടെ ഒരു എക്സ്പെക്റ്റേഷൻ എന്താണ്? വിഷ്ണു, ഈ സ്റ്റോക്കിന്റെ സ്പെല്ലിംഗ് ഒന്ന് പറഞ്ഞു തരാൻ പറ്റുമോ? SAHASRA, സഹസ്ര. സഹസ്രയുടെ കേസിൽ ലിസ്റ്റിംഗ് നടന്നിട്ട് ഒത്തിരി ദിവസങ്ങളായിട്ടില്ല. ആൻഡ് ഈ സ്റ്റോക്കിൽ കാര്യമായിട്ട് നമുക്കൊരു ട്രേഡിംഗ് ലിക്വിഡിറ്റിയും കാണാൻ സാധിക്കുന്നില്ല. ലിസ്റ്റിംഗിന് ശേഷം ഈ സ്റ്റോക്ക് തുടർച്ചയായിട്ട് കണ്ടിന്യൂസ്ലി സെല്ലിംഗ് പ്രഷർ നേരിട്ടുകൊണ്ടിരിക്കുന്നത്. ഇൻഫാക്ട് കഴിഞ്ഞ ഒരു മാസത്തെ ട്രേഡിംഗ് പാറ്റേൺ നോക്കുമ്പോഴേക്കും നമുക്ക് കാണാൻ സാധിക്കുന്നു ഓൾമോസ്റ്റ് എല്ലാ ദിവസവും ഈ സ്റ്റോക്കിൽ ലോവർ സർക്യൂട്ട് ബ്രേക്കറിലുള്ള ക്ലോസിംഗ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇത്തരം സ്റ്റോക്സിൽ ട്രേഡിംഗ് പൂർണ്ണമായിട്ട് അവോയ്ഡ് ചെയ്യുക. സാർ, ഇനി ആനന്ദ് രാജിനെ പറ്റി കൂടി ഒന്ന് അറിയേണ്ടതുണ്ട്. ഇന്നലെ 3.3% ഒരു നേട്ടം ഈ ഒരു സ്റ്റോക്ക് രേഖപ്പെടുത്തിയിരുന്നു. 579 എന്നുള്ളൊരു ലാസ്റ്റ് ട്രേഡ് പ്രൈസാണ് സ്റ്റോക്കിൻ്റെതായിട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സ്റ്റോക്കിൻ്റെ പാസ്റ്റ് ട്രേഡിംഗ് നോക്കുമ്പോൾ കഴിഞ്ഞ മാസത്തിൽ ഒരു നേട്ടം രേഖപ്പെടുത്തിക്കൊണ്ടുള്ള ഒരു ക്ലോസിംഗ് ആയിരുന്നു നിലവിൽ രേഖപ്പെടുത്തിയത്. ഏതായാലും ഈ ഒരു സ്റ്റോക്കിൽ ഇനി വാച്ച് ചെയ്തിരിക്കേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? ആനന്ദ് രാജിന്റെ കേസിൽ ഇറ്റ്സ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക് ആൻഡ് ലോങ് ടേം ട്രെൻഡ് ബെയറിഷായി തുടരുന്നു. ബട്ട് ഷോർട്ട് ടേം ട്രെൻഡ് ബുള്ളിഷായി മാറിയിട്ടുണ്ട്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ദ ലോങ് പൊസിഷൻ. ഈ സ്റ്റോക്ക് ഫേസ് ചെയ്യാൻ പോകുന്ന ആദ്യത്തെ മേജർ റെസിസ്റ്റൻസ് 640. 640 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചാൽ ലോങ് ടേം ട്രെൻഡ് പോലും ബുള്ളിഷായി മാറും. സാർ, ഇനി അവസാനമായ ഒരു സ്റ്റോക്ക് കൂടി ചോദിക്കുകയാണ്. സെൻസാർ ടെക്നോളജീസിൻ്റെ ഒരു വ്യൂ ആണ് അറിയേണ്ടത്. സെൻസാർ ടെക്നോളജീസ് ഇന്നലെ ഏകദേശം 1% അടുത്ത ഒരു ഇടിവ് രേഖപ്പെടുത്തിക്കൊണ്ട് 825 എന്നുള്ള നിലയിലാണ് ക്ലോസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു സ്റ്റോക്കിൽ താങ്കളുടെ ഒരു ടേക്ക് എന്താണ്?
സെൻസർ വീണ്ടും ഇറ്റ്സ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. ബട്ട് ഈ സ്റ്റോക്കിൽ നമുക്ക് ഏപ്രിൽ മാസത്തിന് ശേഷം കണ്ടിന്യൂസ് ആയിട്ട് ഒരു ബൈയിങ് ഇൻട്രസ്റ്റ് കാണാൻ സാധിച്ചിട്ടുണ്ട്. അതിനെ തുടർന്ന് ബോത്ത് ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് രണ്ടും ബുള്ളിഷായി മാറിയിട്ടുണ്ട്. ഈ സ്റ്റോക്കിലെ കഴിഞ്ഞ 3-4 ട്രേഡിംഗ് സെഷൻസിൽ പ്രോഫിറ്റ് ടേക്കിംഗ് നടന്നുകൊണ്ടിരിക്കുന്നു. സോ കണ്ടിന്യൂ ടു മെയിൻറ്റെയിൻ ദ പൊസിഷൻ. ഈ സ്റ്റോക്കിന്റെ ഏറ്റവും മുഖ്യമായിട്ടുള്ള ഒരു സപ്പോർട്ട് ഏരിയ ആദ്യത്തെ 790, അതിനുശേഷം 730. ഈ രണ്ട് സപ്പോർട്ട് ലെവൽ ബ്രേക്ക് ചെയ്താൽ മാത്രമേ ലോങ് ടേം ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി മാറത്തുള്ളൂ. ബട്ട് കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻസ് ഒന്നും തന്നെ അഡ്വൈസ് ചെയ്യുന്നില്ല. ഓക്കെ, താങ്ക് യു സാർ. നമുക്ക് വേണ്ടി ഇത്രയും അപ്ഡേറ്റ്സും Thank you, അനാലിസും നമ്മുടെ പ്രേക്ഷകർക്കായി പങ്കുവച്ചതിന്. ഏതായാലും ഇന്നത്തെ ഒരു മാർക്കറ്റ് പ്ലസിൻ്റെ എപ്പിസോഡ് ഇപ്പോൾ വൈൻഡപ്പ് ചെയ്യാൻ സമയമായിരിക്കുകയാണ്. നമ്മുടെ അടുത്ത ഷോ എന്ന് പറയുന്നത് മാർക്കറ്റ് സ്ക്രീനറാണ്. സോ ആ ഒരു ഷോയുമായി അനിൽ ഇപ്പോൾ ജോയിൻ ചെയ്യുന്നതാണ്. സോ പ്രേക്ഷകർ സ്റ്റേ ട്യൂൺഡ്. നന്ദി, നമസ്കാരം.